ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അയല റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന മീനാണ് അയല. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 5 അയല എടുത്തിട്ട് അത് വൃത്തിയാക്കിയിട്ട് വരഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മുളകിൻ്റെ അളവ് ഞാൻ പറയണില്ല, നല്ല എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി നന്നായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മീനിൽ മസാല പുരട്ടി വെക്കുക. ഇങ്ങനെ പുരട്ടി വെക്കണ ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ചെയ്തിട്ട് മീൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മീനിൽ നന്നായിട്ട് തന്നെ ഉപ്പും മുളകൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മസാല തേച്ച പാടന്നെ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കി എടുക്കരുത്. അപ്പോൾ ആദ്യം മീനൊന്ന് മസാലയൊക്കെ തേച്ചിട്ട് വെക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് സമയം നമുക്ക് ഈ മീനൊന്ന് അടച്ചൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 10 അല്ലി ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളകും നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർക്കുക. അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ സവാളക്ക് പകരം നിങ്ങൾക്കത് മുഴുവനായിട്ട് തന്നെ ചെറിയ ഉള്ളിയിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചെറിയ ഉള്ളി മുഴുവനായിട്ട് എടുത്തിട്ടില്ല, സവാളയും കൂടെ ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളിയും കൂടെ അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മളിതിലേക്ക് പുളി ചേർക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മൾ മീനിൽ മുളക് മഞ്ഞൾ എല്ലാം തേച്ച് വെച്ചിട്ടുള്ള മീനാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മീനിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ല പോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉരുള പുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ പുളിവെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് വേണം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ആ ഒരു വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്ന സമയത്ത് മീൻ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വേവിക്കരുത്, അപ്പോൾ മീൻ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉൾഭാഗമൊന്നും വേവൂല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് നമുക്ക് മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മീനിന് കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ആ വെള്ളത്തിലും ആവിയിലും കിടന്നിട്ട് തന്നെ മീൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നല്ല പോലെ മൊരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് തുറന്ന് വെച്ചിട്ട് മീൻ വെന്തതിന് ശേഷം അതിൻ്റെ അടപ്പ് തുറന്ന് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുത്താലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ തിരിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് ഈ ഒരു അയല റോസ്റ്റ് കഴിക്കാനായിട്ട്. ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.